ലക്ഷ്മി, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ കണ്ടില്ലായിരുന്നു. ഓടി റോഡിലേക്ക് എന്റെ തെറ്റ. കാലെന്താ നടക്കാനാവുന്നില്ലല്ലേ? സാരമില്ല, വീട്ടിലെത്തി ഞാൻ തൈലോട്ട് തടയിക്കോളാം. ഇല്ല, ഈ കാലം കൊണ്ട് നടക്കാനാവില്ല, ഞാൻ കൊണ്ടാക്കാം. വാ. മാർക്കറ്റിൽ നടന്ന കാര്യങ്ങള് മോള് പറഞ്ഞ് ഞാൻ കേട്ടു. ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ അവളോട് പറഞ്ഞിരുന്നു, ഒന്ന് കാണാൻ. ആൺകുട്ടികളെ എനിക്ക് ഇഷ്ടാ, ബഹുമാനാ. എന്തായിരുന്നു അസുഖം? അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല മോനെ, നട്ടെല്ല് തല്ലിച്ചതച്ചതാ. ഞാനൊരു പോലീസുകാരനായിരുന്നു, അറിയാമോ? ഇല്ല. വിശിഷ്ട സേവനത്തിന് ചിലർക്ക് മെഡല് കിട്ടും. എനിക്ക് കിട്ടിയത് ഇതാ, രംഗന്റെ കയ്യിൽ നിന്ന്. അവനെ, ആ തെണ്ടിപ്പട്ടി ആദ്യമായി കയ്യാമം വെച്ച് നിരത്തിലൂടെ നടത്താൻ ധൈര്യം കാണിച്ചത് ഞാനൊരുത്തനാ. അതിന്റെ പക അവൻ വീട്ടി. ഇപ്പോ എന്റെ മോൾക്കൊരു ഭാരമായിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കി കിടക്കുക. കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം ഇവരുടെ തള്ള മരിച്ചു. ഇപ്പൊ താഴെയുള്ളവർക്കും എനിക്കും ഒരു നേരം ആഹാരം കഴിക്കണമെങ്കിൽ ഇവള് കോഴിക്കോടേം ചുമന്നു പോണം. എന്തിനാ കാപ്പി ഉണ്ടാക്കാൻ പോയത്? ആ കാലം വെച്ച് നടക്കാതെ അവിടെ എവിടെയെങ്കിലും ഇരിക്കേ. സാരില്ല മോനെ, ഞാൻ അങ്ങനെ വിളിക്കുന്നോണ്ട് വിഷമമൊന്നുമില്ലല്ലോ. അങ്ങനെ വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാവൂ. രംഗനോട് ഇടയുന്നത് സൂക്ഷിച്ചു വേണം. അവൻ ചതിയനാ, എന്തിനും മടിക്കാത്ത പിശാച. പിന്നി കൂടെ അവൻ ആക്രമിക്കൂ. എന്താടി നീ ഇവിടെ കാലം നീട്ടിയിരിക്കുക? ഇന്നിവിടെ ഒന്നും വെച്ചുണ്ടാക്കുന്നില്ലേ? അവൾക്ക് കാല് വയ്യമ്മേ. എന്താ അവിടെ കാലിന് മുള്ളു കൊണ്ട? സാറെന്താ ഇവിടെ? എന്റെ അമ്മയാ. അറിയാം. ഒരു നുള്ള അരി ഇല്ലല്ലോടി അകത്ത്. ഇത്തിരി കഞ്ഞിവെള്ളം കിട്ടാൻ ഞാൻ വല്ലയിടത്തും പോയി പിച്ച വേണ്ടണ. ലക്ഷ്മി, എന്താ വരുന്നു? സാറ് പോവാന്നോ? ഒരു 5 രൂപ തന്നിട്ട് പോ സാറേ. കൊടുക്കണ്ട, കള്ളച്ചാരം കുടിക്കാനാ. ആണെങ്കി നിനക്കെന്താടി? നിന്റെ അച്ഛന്റെ സമ്പാദ്യത്തിൽ നല്ലല്ലേ ചോദിച്ചത്? സാറ് താ സാറേ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? അതെന്താ മൊത്തം അങ്ങനെ ചോദിക്കുന്നത്? മുന്നോട്ട് നോക്കിയില്ല എല്ലാരും വണ്ടി ഓടിക്കുന്നത്. എനിക്ക് മാത്രം പ്രത്യേകത ഒന്നുമില്ല. അത് തന്നെ എനിക്കും അറിയണ്ടേ. നിങ്ങൾക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? അതെ, ലക്ഷ്മി ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോളാന്ന് വിചാരിക്കണ്ട. ഓ, എന്നാ നേരങ്ങളുണ്ട. നേരെ ചെന്നിത്തിരി എണ്ണ എടുത്ത് അവളുടെ കാല് തിരുമ്മിക്കൊള്ളു. ഓടാ ഓടാ ചേർക്ക. എടീ ലക്ഷ്മിയേ, നീ ചാടിയതോ ചാടി. എന്നാ പിന്നെ 100 രൂപ ചോദിക്കാൻ പാകത്തിന് ചാടണ്ടായിരുന്നോടി. ലക്ഷ്മി, ഇതെന്താ മോനെ? കുറച്ച് അരി സാമാനങ്ങളൊക്കെയാ. വേണ്ടിയിരുന്നില്ല. പിന്നെ വേണ്ടാതെ എന്റെ അടുത്ത് വെച്ചാ ഉച്ചക്ക് കേട്ടുന്നത്. ഉണ്ണാൻ ഞാനും കൂടെ ഉണ്ടാവും. സന്തോഷായി. നീ ഇവിടെ ഉണ്ടായിരുന്നു? എനിക്കൊന്ന് പറയാനുണ്ടായിരുന്നു. എനിക്ക് തിരിച്ചു കിട്ടില്ലെന്നറിയാം. അതിനുള്ള അർഹത എനിക്കില്ലല്ലോ. പക്ഷെ ഇങ്ങനെ നശിക്കാന്ന് കേൾക്കുമ്പോ ആളുകളുടെ മുമ്പിൽ പിച്ചതണ്ടി കുടിയാത്രേ. എവിടെ സുഖമായിട്ട് ജീവിക്കാന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്താ നീ ആരെ കുറിച്ചാ പറയുന്നേ? കണ്ണൻ ജീവൻ ഒടുക്കിക്കളയേണ്ട സമയത്ത് അത് ചെയ്യാതെ കാത്തിരുന്നത് ഒന്ന് കാണണമെന്നുള്ള മോഹം കൊണ്ടായിരുന്നു. ഇതൊക്കെ മുമ്പിലൊന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലെന്നറിയാം. എന്നാലും മനസ്സ് പറയാ, ഏട്ടനൊന്ന് കണ്ടാൽ, ഒന്ന് സംസാരിച്ചാൽ കണ്ണന് മനസ്സിലാവും. രാജപ്പൻ ചേട്ടൻ പോയി കണ്ടിരുന്നു. മുഖമടച്ചാട്ടി. പിഴച്ചുപോയി എന്നെ കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടുകയല്ല, വെറുക്ക വേണ്ടെന്ന് പറയൂ. ഒക്കെ മറന്നിട്ട് നന്നായി ജീവിക്കാൻ പറയണം. Sir, please give me 1 rupee, sir. Thank you, sir. அம்மா, 1 ரூபா இருந்தா கொடுங்கம்மா, ரொம்ப பசிக்குதுமா. சார் 1 ரூபி சார். போயா, தண்ணி இருக்குது, காசு கேட்குறியா? போயா. இல்ல சார், சாப்பாடு சார். போ. என்ன சார், புது ஜோடியா? பொண்ணு பார்த்து கூட்டிட்டு போங்க, எவனா தள்ளிட்டு போயிட போறான். என்னடா சொன்னா? பொறுக்கி ராஸ்கல். കള്ളറിങ്ങിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയോ? இல்ல, நான் எங்கேயும் வர மாட்டேன். നീ താലി കെട്ടിയ നിന്റെ പെണ്ണിന്റെ അടുത്തേക്ക് വിളിക്കുന്നത്? இல்ல, என்னால அங்க வர முடியாது. പിന്നെ
ഇവിടെ പിച്ച തണ്ടി കുടിക്കാൻ തന്നെ ഞാൻ വിടുകയില്ല. പിന്നെ என்ன செய்ய சொல்றீங்க? നിന്റെ പെണ്ണിനെ കഴിവറോടെ മാനം കെടുത്തിയപ്പോ നീ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അത് തടയാൻ നിനക്ക് കഴിഞ്ഞോ? ഇല്ല. പോട്ടെ, ചങ്കൂറ്റത്തോടെ അവളെ സ്വീകരിക്കാൻ നിനക്ക് കഴിഞ്ഞോ? നീ നാട് വിട്ട് ഓടി പോരുന്നില്ലോ. போதும், நிறுத்துங்க. ഇനി நீங்க எதுவும் சொல்ல வேணாம். കണ്ണാ, ഉഷ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ഒന്ന് കണ്ടത്. നിന്റെ ഈ അവസ്ഥ അറിഞ്ഞിട്ട് അവൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ? അവൾക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ எனக்கு அவ திருப்பி வேணும். அவளோட எனக்கு ஒரு புது வாழ்க்கை கிடைக்குமா? അവള് പിഴച്ച പെണ്ണാണ്. കഴിഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. எனக்கு எதுவும் நினைவில்லை, நினைக்கவும் நான் விரும்பல. ஒரு புது வாழ்க்கை எனக்கு அது போதும். സന്തോഷം നിനക്ക് അല്ലേ? നടക്കില്ല എന്നറിഞ്ഞിട്ടും ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല തിരിച്ചു കിട്ടിയെന്ന്. നീ എന്താടി ഇവിടെ? ഇന്നുമുള്ള കല്യാണമാണ്. നീ എന്ത് സമ്മാനം കൊടുക്കാൻ വന്നേ? ഞാനൊന്നും കൊടുക്കുന്നില്ല. നീ കൊടുക്കില്ല. നീ പിശിക്ക് നമ്പർ 1 അല്ലേ? നിന്റെ കാലം എങ്ങനെയുണ്ട്? അയ്യോ, ഇപ്പോഴും ഉണ്ട് വേദന. ഇപ്പൊ പോയില്ലേ വേന? പോയി. എടീ കള്ള ജാണ്ടൂസേ, നിന്റെ വിദ്യ എനിക്ക് അറിഞ്ഞൂടെ? കുടിച്ചിട്ട് നിക്കാൻ വയ്യ. ഞാൻ കുടിക്കും, കുളിക്കും. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമല്ലടി കാന്താരി. മണവാളിനെ കൊണ്ടുവന്നിരിക്ക്. ഒട്ടും കുഴലൊക്കെ വേണമായിരുന്നു അല്ലേ? കൊട്ടും കുഴലും നിറപറയും നിലവിളക്കും ഒക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൽ. വലതുകാല് വെച്ച് വീട്ടിലേക്ക്. എനിക്കിന്ന് വേറെ யாரும் ഇല്ല. ചെല്. എന്നാ സന്തോഷമായിട്ട് എല്ലാവർക്കും കൂടി ഇത്തിരി ഭക്ഷണം കഴിച്ചാലോ? വയറ് നിറഞ്ഞപ്പോഴാണ് അവൻ്റെ ഒരു ഭക്ഷണം. കണ്ണനെ വിഷയം വിട്. ഒരുപാട് സന്തോഷവും സങ്കടവും അവർക്ക് പറഞ്ഞു തീർക്കാനുണ്ടാവും. അതിന് രാത്രിക്ക് പ്രായം പോരാ. അവരെ തനിച്ചു വിട്. അറുമുഖം, സാർ എനിക്കൊരു തുള്ളിയൂടെ വേണം. കാന്താരി, നീ പോയില്ലേ? വീട്ടിൽ പോടി. ഈ പറയുന്ന ആൾ ആദ്യം ചെന്നാട്ടെ. നിന്ന് കറങ്ങുന്നുണ്ടല്ലേ? നീ വരണ്ട. ആരാ? நம்ம முத்துதான். முத்து வந்து കൂട്ടിക്കിട്ട് പോടാ. പയ്യെ നിധിക്ക് കാവലിരിക്കുന്ന ഭൂതത്തിന്റെ മാതിരിയാ. എപ്പ பார்த்தாலும் அந்த பொண்ணு പിന്നാടിയാ. അല്ല, എനിക്ക് തുള്ളിയറാന്നോട്ടെ. இதுக்கு കുറിഞ്ഞു പൂത്ത് കണ്ടിട്ടുണ്ടോടാരായപ്പ നീ? ഇല്ല, ഞാൻ വന്നേ പിന്നെ ഈ മലയിലൊന്നും. 12 കൊല്ലത്തിൽ ഒരിക്കൽ പൂക്കുന്ന മലകൾ. ആ പൂക്കൾ കാണാൻ മല കയറണ്ടാ. ഇപ്പൊ ആ പെണ്ണിന്റെ അവന്റെ കണ്ണി നോക്കിയാ മതി. കുറിഞ്ഞു പൂത്തത് ഇപ്പൊ അവിടെയാ. നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാ. അതുകൊണ്ട് ഞാൻ പോവാ. ശുഭരാത്രി. இந்த கண்டிஷன்ல വണ്ടി ഓട്ടി പോണമാ? இந்த കണ്ടീഷനില് ഞാൻ വണ്ടി ഓട്ട മാട്ടെ. പിന്നെ വണ്ടി എന്നെ ഓട്ടും. അതാണ് എന്റെ കുട്ടൻസ്. ഈ മനുഷ്യനെ ദൈവ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ரங்கண்ணன். எங்கிருந்தோ வந்த பொறுக்கி நாய, நான் கொஞ்ச நாள் இல்லாத நேரத்தில் ஆட்டமா போடுறேன்.
நாட்டுக்கு ஒரு ராஜா தான் இருக்க முடியும். இங்க நான் தான் ராஜா. நான் ஆசைப்பட்ட பொருள் எனக்கு சொந்தம், ஆசைப்பட்ட பொண்ணு எனக்கு அடிமை. டேய் மாணிக்கா, இந்த தீக்குச்சி கீழே விழற நேரம் உன் சாவுக்கு அவ்வளவுதான் தூரம். ஆனா நான் அதை செய்யல. ஏன்னா ரங்கண்ணனை நீ புரிஞ்சுக்கிட்டா போதும். நாளை விடியும் போது நீ இல்லாம இருக்கிறது உனக்கு நல்லது. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരോ കാണാൻ വന്നിട്ടുണ്ട്. എന്നെയോ? ആരാ? ഒരു മിസ്റ്റർ ചാക്കോച്ചൻ. അവൻ പഴനിന്നാണെന്നും പറഞ്ഞ ആൾ നമ്മളെ വിളിച്ചത്. ആളെ കാണാണ്ടായപ്പോ നമ്മളെ ജോസൂട്ടിനെ വിട്ടിട്ട് അവിടത്തെ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തിരക്കി. ഈ ചങ്ങാഴ വർത്താനം സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയാണല്ലോ ആദ്യം തപ്പേണ്ടത്. നിങ്ങളെ മനഃപൂർവ്വം വഞ്ചിക്കണമെന്നൊന്നും ശിവൻ ആഗ്രഹമില്ലായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കും ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. പിന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിപ്പോ കാരണങ്ങളൊക്കെ പറയാൻ ഒരുപാടുണ്ടാവും. അതൊന്നും കേട്ടിട്ട് എനിക്കിപ്പോ പോകാൻ പറ്റില്ലാന്ന്. എന്തൊക്കെയുണ്ട് ശിവാഭിശേഷം? സുഖം തന്നെയല്ലേ? എന്തിഷ്ട തലയ്ക്ക് തല്ലുംപിടി ആയിപ്പോഴേക്കും തന്നെ ഇവിടെയും പരിപാടി. താനെന്ന് വന്നേ പറയട്ടെ. എനിക്ക് സ്വകാര്യമായിട്ടൊന്നും പറയാനില്ല, എനിക്കൊട്ട് കേൾക്കാനുമില്ല. ഹൈ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ. തോനെന്ന് പാടൂ. ഹൈ, അത് വേണ്ടെന്ന്. എന്നെ വിളിച്ച് കണ്ണും പിടിയും കാട്ടാനാണ്, ഇരട്ടി പറഞ്ഞേക്കാനുള്ള പരിപാടിയാണെന്ന്. ശിവൻ, എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ ചാക്കോച്ചനുമായി സംസാരിച്ചൊരു കോംപ്രമൈസിലെത്ത്. ഒരു കോംപ്രമൈസേഷനും ഇല്ല. പണം കൈ കിട്ടുക, ഞാൻ അങ്ങോട്ട് പോവാ. അത് തന്നെ നീ കോംപ്രമൈസ് സ്റ്റേഷൻ. എന്നാ താൻ പോയത് തന്നെ. മേജർ സാർ കേട്ടല്ലോ, ഇതാണ് ഇയാളുടെ ഒരു ലൈൻ. ഇടോ, തനിക്ക് ഞാൻ കടന്നെന്ന കാശ ചോദിക്കണത്. ദാനത്തിലോ ധർമ്മത്തിലോ വന്ന് തന്നെ അടുത്ത് കൈ നീട്ടല്ല. ചാക്കോച്ച ആകെ ഉണ്ടായിരുന്ന കാറ് കരക്കാർ കൊണ്ടുപോയി. മേലോട്ട് നോക്കി നിൽക്കുക ഞാൻ. ഈ അവസരത്തിൽ താമന്ന് പൊല്ലാപ്പുണ്ടാക്കാതെ. അപ്പൊ നീ എന്നോട് കാണിച്ചത് പോക്കിരിതരല്ലോടാ. കാറൂല, കാശൂല, ആളുടെ വിവരമില്ലാന്ന്. ശിവ, എന്റെ നാക്ക് ചീത്തേട്ടോ. തന്റെ പല്ലുകൂടെ ഞാൻ ചീത്തയാകാം. ചാക്കോച്ച, ഇതാ 10,000 രൂപയുണ്ട്. തൽക്കാലം നമുക്കൊരു സെറ്റിൽമെന്റിലെത്താം. ബാക്കി പണം 1-2 മാസം ഞാൻ തന്നെ തന്നു തീർത്തോളാം. അല്ല സാർ, പണം ഞാൻ കൊടുത്തോളാം. സാറങ്ങൾ തന്നേ. അവരങ്ങനെ പലതും പറയും, അതൊക്കെ നടപ്പില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ബാക്കി പണത്തിന് ഞാൻ എപ്പോഴാ വരണ്ടേ? തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചോളാം. എന്നോട് ചോദിച്ചില്ല. ഇഷ്ട ഇത് ഞാനും സാറും തമ്മിലുള്ള ഇടപാടാണെന്നാ. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ പേരിൽ അയച്ചേക്കാം. ഇവിടം വരെ വരാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. എനിക്ക് എന്തുട്ടാ ബുദ്ധിമുട്ട്? അടുത്ത തവണ ത്രേസ്യമയും പിള്ളേരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാമെന്നാ. നമുക്കൊന്ന് ജോളിയാക്കാലോ, അല്ലേ ചേർത്തി? ഇവിടെ നിൽക്കാൻ ഒരു ബാധ്യതയുണ്ടായി. മേജർ സാറിനോട് ഒരു ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്. ആ, അപ്പൊ പോകണം എന്നുള്ള ചിന്ത ഇപ്പോഴും ഉണ്ടല്ലേ? എപ്പോഴും ചുറ്റുപാടുകളോട് കമ്മിറ്റ്മെന്റ്സ് ഇല്ലായിരിക്കുന്ന എനിക്കിഷ്ടം. കെട്ടുകളില്ലെങ്കിൽ അടുത്ത ഇടം തേടി യാത്ര തുടങ്ങുമല്ലോ. അങ്ങനെ എത്ര നാൾ? എവിടെയെങ്കിലും വിളിച്ചാവുന്നവര്. അത് പോരാ. ഈ എസ്കേപ്പിംഗ് ടെൻഡൻസി, അത് സൂയിസൈഡിലാ. അത് വേണ്ട. നമ്മൾ തുറന്ന് സംസാരിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. പറയൂ. എന്തു പറയാൻ? നമ്മൾ ഈ നടപ്പ് തുടങ്ങിയിട്ട് കുറച്ചായി. തിരിക്കണ്ടേ? എന്നോടൊന്നും പറയാനില്ല? ഒന്നും